കുഞ്ഞുങ്ങളെ, നമ്മൾ മോർഫോളജിയുടെ ലാസ്റ്റ് പാർട്ടിലോട്ട് എത്തിയിരിക്കുക. അതായത് ഫ്രൂട്ട്സ് ഞാൻ 2 പാർട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫ്രൂട്ട്, അതിൽ വരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം. സെക്കൻഡ് പാർട്ടിൽ ഫ്ലഷി ഫ്രൂട്ടും പിന്നെ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആൻഡ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്, ഇത്രയുമായിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നോക്കാം എന്നതാ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്, ഇല്ലേ? അതിനുള്ളിലൊരു സീഡ് എന്ന് പറയുന്നത് ഓവ്യൂള്. അപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മാങ്ങ, അല്ലേ? അതിൻ്റെ ഫ്ലഷി പാർട്ട് എന്ന് പറയുന്നത് ഓവറി, ഉള്ളിലുള്ള മാങ്ങാണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ സീഡാണ്, ഓവ്യൂളാണ് ഡെവലപ്പ് ചെയ്ത് സീഡായിട്ട് മാറും. അത് പിന്നെ എംബ്രിയോ ആയിട്ട് മാറി അത് കുഴിച്ചിട്ടാണ് നമ്മൾ അടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ദർ ആർ മെയിൻലി 3 മേജർ ഗ്രൂപ്പ്സ് ഓഫ് ഫ്രൂട്ട്സ്. ദേ ആർ സിമ്പിൾ, അഗ്രിഗേറ്റ് ആൻഡ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. സിമ്പിൾ ഫ്രൂട്ടും അഗ്രിഗേറ്റ് ഫ്രൂട്ടും ഒരു ഫ്ലവറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്നാൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഉണ്ടാകുന്നത് ഒരു ഇൻഫ്ലോറസെൻസിൽ നിന്നാണ്. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഞാൻ ഇവിടെ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ക്യാപിറ്റൽ എയും സ്മോൾ എയും മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ചിഫറ ഇൻഡിക്ക, മാവിൻ്റെ പൂവാണ്. അതിൻ്റെ ഫ്രൂട്ടാണ് സ്മോൾ എ, മാങ്ങ. നിങ്ങൾക്കറിയാം, ഇല്ലേ? അപ്പം ഒരു പൂവിൽ നിന്ന് ഒരു മാങ്ങ ഉണ്ടാകും. മനസ്സിലായോ? ഒരു പൂവിൽ നിന്ന് സിംഗിൾ ഫ്ലവർ. മനസ്സിലായല്ലോ? അപ്പോഴിനി അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഉണ്ടാകുന്നതും ഒരു ഫ്ലവറിൽ നിന്നാണ്. അതാണ് ഞാനിവിടെ ബി എന്ന് മാർക്ക് ചെയ്യുന്നത്. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് ഫ്ലവറും സ്മോൾ ബി അഗ്രിഗേറ്റ് ഫ്രൂട്ടുമാണ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? പക്ഷേ ബി എന്ന് പറയുന്ന ഫ്രൂട്ട് ഞാൻ അനോണ, അല്ലേ? ശീതപ്പഴം, അതിൻ്റെ ഫ്ലവർ അല്ല ഞാൻ ക്യാപിറ്റൽ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഒരു കാര്യം പറഞ്ഞു തരാൻ ഈ ഡയഗ്രത്തിലാണ് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കാർപ്പലി അങ്ങണ്ട്, അതുകൊണ്ടാണ് ആ ഫ്ലവർ എടുത്തത്. അപ്പം ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കി. രണ്ടും ഫ്ലവേഴ്സാണ്. എന്തെങ്കിലും ഡിഫറൻസ് കാണാനോ അല്ലെ പറയാനോ പറ്റുമോ? ഒരു സിംഗിൾ ഫ്ലവറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മാവിൻ്റെ പൂവ്, സിംഗിൾ ഫ്ലവർ എന്ന് പറയുന്നത്, അതിൽ ഒറ്റ കാർപ്പലേ ഉള്ളൂ. മനസ്സിലായോ? ഒരു കാർപ്പലേ ഉള്ളൂ. അത് ഫ്രൂട്ടായിട്ട് ഒരു കാർപ്പലെന്ന് പറയുമ്പോൾ എന്താ? കാർപ്പലെന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഭാഗമാണ്? ഓവറിയുടെ ഭാഗമാണ്, ഇല്ലേ? അപ്പം മോണോ കാർപ്പിലറി ഓവറിയിൽ നിന്നോ അല്ലെ മൾട്ടി കാർപ്പിലറി സിൻകാർപ്പസ് ഓവറിയിൽ നിന്നോ ആണ് സിമ്പിൾ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അപ്പോഴേ മോണോ കാർപ്പിലറി ആയാലും ഒരു കാർപ്പലേ ഉള്ളൂ. അപ്പോഴേ ആലോചിച്ച് നോക്കി, ഒരു പേപ്പർ നമ്മളെടുത്തൊന്ന് മടക്കി നോക്കിയാൽ, പയറിൻ്റെ കാര്യം തന്നെ ഓർത്ത് നോക്കിയാൽ മതി. അത് നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഒറ്റ ചേമ്പർ മാത്രമേ കാണത്തുള്ളൂ, ഇല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ബുക്കോ അല്ലെ പേപ്പറൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് ഒടിച്ച് മടക്കി പിടിക്കത്തില്ലേ? ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കത്തില്ലേ? അന്നേരം ഒരു ചേമ്പർ അല്ല ഒരു കുഴല് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാകും. മനസ്സിലായോ? അതാണ് മോണോ കാർപ്പിലറി യൂണിലോക്കുലാർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി മൾട്ടി കാർപ്പിലറി സിൻകാർപ്പസ് ആകുന്ന എങ്ങനെ? 1 അല്ലെ 2 3 കാർപ്പലുകൾ യുണൈറ്റ് ചെയ്ത് ഒറ്റ ചേമ്പറായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഒരു നോട്ട്ബുക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനകത്തിൽ ധാരാളം പേപ്പറുകളുണ്ട്, ഇല്ലേ? അത് ചുരുട്ടി പിടിച്ചാൽ, നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചാൽ ഒറ്റ ലോക്യൂളായിട്ട് വേണേൽ നമുക്കാക്കാം, ഇല്ലേ? ഇനി അതല്ല, അതിനകത്ത് 200 പേജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രീ ആക്കി ഇങ്ങനെ പ്രത്യേക രീതിയിലൊക്കെ മടക്കുക 200 ലോക്യൂള് വേണമെങ്കിലും ഉണ്ടാക്കാം. മനസ്സിലായല്ലോ? അപ്പം ഒന്നിൽ കൂടുതൽ കാർപ്പലുണ്ട്, പക്ഷേ പ്രത്യേക രീതിയിൽ ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റ ലോക്യൂളായിട്ട് ചില കേസിൽ കാണത്തുള്ളൂ. അപ്പോൾ അതാണ് മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ് യൂണിലോക്കുലാർ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡെവലപ്സ് ഫ്രം എ സിംഗിൾ ഫ്ലവർ വിത്ത് മോണോ കാർപ്പിലറി. ഇനി അത് മൾട്ടി കാർപ്പിലറി ആണെങ്കിൽ പോലും അത് കാർപ്പല് യുണൈറ്റഡ് ആയിരിക്കും. മനസ്സിലായോ? മൾട്ടി കാർപ്പിലറി ആണെങ്കിലും കാർപ്പല് യുണൈറ്റഡ് ആയിരിക്കും.
ഇനി നോക്കിക്കാട്ടെ ബി എന്ന് പറയുന്ന പടം. അതിലെ ആ പച്ച കളറിൽ താഴെയൊക്കെ ഉള്ളത് പെറ്റല, പച്ച കളറിൽ ഇങ്ങനെ മേളിൽ കറുത്ത ഡോട്ടുമായിട്ട് കാണുന്നത് അത് കാർപ്പല, ഓവറിയുടെ ഭാഗമാണ്. താഴെ ഓവറിയും മേളിൽ സ്റ്റൈലും പിന്നെ സ്റ്റിഗ്മയാണ് കറുത്ത ഡോട്ടായിട്ട് കാണുന്നത്. അതൊന്ന് നോക്കിക്കേ, എത്ര കാർപ്പലുണ്ടെന്ന്. 10-12 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ, മനസ്സിലായോ? അപ്പോൾ അത് മൾട്ടി കാർപ്പിലറി അപ്പോ കാർപ്പസാണ്. കാർപ്പൽ യുണൈറ്റ് ചെയ്തിട്ടില്ല, കാർപ്പൽ ഫ്രീ ആയിട്ട് നിൽക്കുക. എന്നിട്ട് ആ ഓരോ കാർപ്പലിനകത്തിലും എന്തുകൊണ്ട് ഓവറി ഉണ്ട്, ഓവ്യൂളുമുണ്ട്, അതെല്ലാം ഫ്രൂട്ടായിട്ട് മാറുക. അപ്പോൾ ഒരു കൊല പോലെയൊക്കെ ഇരിക്കും, ഒരു ബഞ്ച് ഓഫ് ഫ്രൂട്ട്ലെറ്റ്സ് പോലെ തോന്നും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അതിനെയാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്നിട്ടൊരു കോമൺ എൻവലപ്പ് ഉണ്ടായിട്ടാണ് ഈ സീതപ്പഴം ഉണ്ടായിരിക്കുന്നത്. അത് നോക്കി അതിലാണ്ട് ഓരോ പിന്നെ സെഗ്മെൻറ്റ് പോലെ കണ്ടില്ലേ, ആ ഓരോ സെഗ്മെൻ്റ് എന്ന് പറയുന്നതും ആക്ച്വലി ഓരോ കാർപ്പലാണ്. മനസ്സിലായോ? അതെല്ലാം കൂടെ ഒരു കോമൺ എൻവലപ്പിൽ വന്നിരിക്കും. പക്ഷേ എന്നാൽ എല്ലാം ഇതേപോലെ പിന്നെ ഒരു കോമൺ എൻവലപ്പ് വരണമെന്നില്ല. ഇൻഡിവിജ്വലായിട്ട് തന്നെ ഒരു ക്ലസ്റ്റർ പോലൊക്കെ ഇങ്ങനെ നിൽക്കും. അതായത് നമ്മുടെ കോളേജിന് മുമ്പിൽ നിൽക്കുന്ന ആ ഡ്രൂപ്പിംഗ് അശോക ഇല്ലേ, അതിൻ്റെ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും എല്ലാം ഈ അഗ്രിഗേറ്റ് ഫ്രൂട്ടാണ്, പക്ഷേ അത് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ പിന്നെ ചെമ്പകം, അതും കോളേജിൻ്റെ മുമ്പിലുണ്ടല്ലോ, മൈക്കീലിയ ചെമ്പകം, അതിൻ്റെ ഫ്രൂട്ട് താഴെ വീണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതും അഗ്രിഗേറ്റ് ഫ്രൂട്ടാണ്, പക്ഷേ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ സി ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഫ്രൂട്ട് ആൻഡ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. എങ്ങനെ? സിമ്പിൾ ഫ്രൂട്ട് ഡെവലപ്സ് ഫ്രം എ സിംഗിൾ ഫ്ലവർ വിത്ത് മോണോകാർപ്പിലറി ഓർ മൾട്ടി കാർപ്പിലറി സിൻകാർപ്പസ് ഓവറി. എന്നാൽ അഗ്രിഗേറ്റ് ഫ്രൂട്ടോ ഉണ്ടാകുന്നത് എങ്ങനെ? സിംഗിൾ ഫ്ലവറിൽ നിന്ന് തന്നെയാണ്, പക്ഷേ എന്താ വ്യത്യാസം? മൾട്ടി കാർപ്പിലറി അപ്പോ കാർപ്പസ് ഓവറി. ഓക്കെ, ഇനി നോക്കിയാൽ മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ് ഞാൻ സി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോറസൻസ് കാണിച്ചിട്ടുണ്ട്, കണ്ടോ? അതൊരു പൂങ്കുലയാണ്. ആ ഒരു മനസ്സിലായല്ലോ, ഒരു ഇൻഫ്ലോറസൻസാണ്. അതിലെ ഓരോ ഫ്ലവറിനും ഫെർട്ടിലൈസേഷൻ നടന്ന് ഓവുകളുണ്ടായിട്ട് അല്ലേ, അതെല്ലാം കൂടെ ഫ്രൂട്ടായിട്ട് അതെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നുണ്ടായിരിക്കുന്ന ഫ്രൂട്ടാണ് സി, സ്മോൾ സി ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതേതെന്നറിയാം? മൊരിൻഡ എന്ന് പറയുന്ന, അതായത് നോനിപ്പഴം കണ്ടിട്ടുണ്ടാകുമായിരിക്കുമല്ലോ. അത് കണ്ടാൽ നമ്മൾ വിചാരിക്കും അയ്യോ ഈ നോനിപ്പഴം ഇത് അഗ്രിഗേറ്റ് ഫ്രൂട്ടാണെന്ന്. പക്ഷേ അല്ല, ഒരു ഇൻഫ്ലോറസൻസാണ്. ഇൻഫ്ലോറസൻസ് മുഴുവനും കൂടെ ചേർന്നിട്ട് അത് ഒരു ഫ്രൂട്ടായിട്ട് മാറിയിരിക്കുന്നു. ഇനി ഡി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന സാധനം അറിയാമോ എന്തുവാണെന്ന്? നമ്മുടെ ചക്ക, അതിൻ്റെ ഇൻഫ്ലോറസൻസാണ്. ഈ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ചെറിയ ഇത് സാധനം, ചിലതങ്ങ് കൊഴിഞ്ഞും ചിലത് ചക്കയായിട്ട് മാറും. അതാ ഇൻഫ്ലോറസൻസ് മുഴുവൻ ചക്കയായിട്ട് മാറും ഇല്ലേ. അതിങ്ങനെ നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോഴോ അല്ലെ കാണാമല്ലോ, ചക്കച്ചുള, അതിനകത്ത് ചകിണിയും ഓരോ ചക്കച്ചുളയ്ക്കകത്തൊരു ചക്കക്കുരുവും ഒക്കെ. മനസ്സിലായോ? അപ്പോൾ ഒരു ഇൻഫ്ലോറസൻസിൽ നിന്നുണ്ടാകുന്നതാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി ആ ഡിക്ക് അത് നോക്കി, ആ ചെറുത് മെയിൽ ഇൻഫ്ലോറസൻസും വലുത് ഫീമെയിൽ ഇൻഫ്ലോറസൻസും. പോളിനേഷൻ നടന്നു കഴിഞ്ഞിട്ട് ആ ചെറുതൊക്കെ അങ്ങ് കൊഴിഞ്ഞു വീഴും. അതാണ് നമ്മൾ പ്ലാവിൻ്റെ ചുവട്ടിൽ തന്നെ കറുത്ത് ഇങ്ങനെ വീണ് കിടക്കുന്നതാണ്. അപ്പം മനസ്സിലായല്ലോ, സിമ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്. സിമ്പിൾ ഫ്രൂട്ട് എങ്ങനെ? ഡെവലപ്സ് ഫ്രം എ സിംഗിൾ ഫ്ലവർ വിത്ത് മോണോകാർപ്പിലറി ഓർ മൾട്ടി കാർപ്പിലറി സിൻകാർപ്പസ് ഓവറി. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ഫ്രം എ സിംഗിൾ ഫ്ലവർ വിത്ത് മൾട്ടി കാർപ്പിലറി അപ്പോ കാർപ്പസ് ഓവറി. ഇനി മൾട്ടിപ്പിൾ ഫ്രൂട്ടോ ഡെവലപ്പിംഗ് ഫ്രം ആൻ ഇൻഫ്ലോറസൻസ്. ഓക്കെ. ഇനി സിമ്പിൾ ഫ്രൂട്ടിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ പെരികാർപ്പ്. പെരികാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട് വോളിനാണ് പെരികാർപ്പ് എന്ന് പറയുന്നത്. അതിന് 3 ലെയറായിട്ട് തിരിച്ചിട്ടുണ്ട്, എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് ഇല്ലേ. അപ്പോൾ ഈ ഫ്രൂട്ട് വോളിൻ്റെ നേച്ചർ അനുസരിച്ച് ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ ഫ്രൂട്ടിനെ ഡ്രൈ ഫ്രൂട്ട്സ് എന്നും ഫ്ലഷി ഫ്രൂട്ട്സ് എന്നും ഇല്ലേ. ഇത് നോക്കിയാൽ എ വെണ്ട, അതൊരു ഡ്രൈ ഫ്രൂട്ടാണ്. ബി ആൻഡ് ഓറഞ്ച്, അത് ഫ്ലഷി ഫ്രൂട്ടാണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്, ദ ഫ്രൂട്ട് വാൾ ദാറ്റ് ഈസ് ദ പെരികാർപ്പ് ഈസ് ഹാർഡ് ആൻഡ് ഡ്രൈ. എക്സാമ്പിൾ പി. അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇല്ലേ ഹാർഡായിരിക്കും, അതുപോലെ ഡ്രൈ ആയിരിക്കും. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോഡ് ഓഫ് ഡെഹിസെൻസ്, ഇത് പൊട്ടിത്തെറിക്കുന്നതനുസരിച്ച് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡ്രൈ ഡെഹിസെൻറ്റ് ഫ്രൂട്ട്സ്, ഡ്രൈ ഇൻഡെഹിസെൻറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ഷൈസോകാർപ്പിക്. അപ്പോൾ മനസ്സിലായോ?
ജനറലി ഫ്രൂട്ട്സിനെ മൂന്നായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? സിമ്പിൾ, അഗ്രിഗേറ്റ്, മൾട്ടിപ്പിൾ. സിമ്പിൾ ഫ്രൂട്ടിനെ രണ്ടായിട്ട് തിരിച്ചു, ഡ്രൈ ഫ്രൂട്ട് എന്നും ഫ്ലഷി ഫ്രൂട്ട് എന്നും. ഡ്രൈ ഫ്രൂട്ടിനെ വീണ്ടും മൂന്നായിട്ട് തിരിച്ചു, ഡ്രൈ ഡെഹിസെൻറ്റ്, ഡ്രൈ ഇൻഡെഹിസെൻറ്റ്, ഷൈസോകാർപ്പിക്. അല്ല, സി എന്ന് പറയുന്നത് അല്ല എ എന്ന് പറയുന്നത് വെണ്ട, അത് ഡ്രൈ ഡെഹിസെൻറ്റ് ഫ്രൂട്ടാണ്. വെണ്ട ഇങ്ങനെ പൊട്ടി ആണ് അതിൻ്റെ സീഡ് ഡിസ്പോസൽ നടക്കുന്നത്, ഇല്ലേ? ഇനി സി എന്ന് പറയുന്നത് ഡ്രൈ ഇൻഡെഹിസെൻറ്റ് ഫ്രൂട്ടാണ്, സമാറ. അത് പൊട്ടിത്തെറിക്കത്തില്ല, അതൊരു സീഡാണ്, അതങ്ങനെ തന്നെ പോയി വീഴും. ഇനി ഷൈസോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വൺ സീഡഡ് സെഗ്മെൻ്റായിട്ട് പൊട്ടും. എന്നിട്ട് അതുകൊണ്ട് ഇത് നിങ്ങൾക്കറിയാമല്ലോ, റബ്ബറിൻ്റെ കുരു കണ്ടിട്ടില്ലേ? അത് മൂന്നായിട്ട് തിരിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? എന്നെ റെക്മ എന്ന് പറയും. അത് ഓരോന്നും ഓരോ പാർട്ടായിട്ട് അങ്ങ് തിരിക്കും. അതിനകത്തിൽ ഒരു റബ്ബറും കുരുവേ കാണത്തുള്ളൂ. മനസ്സിലായി? നെല്ലിക്ക അങ്ങനെയാണല്ലോ. അപ്പോൾ അതിനെ വൺ സീഡഡ് ഇതായിട്ട് പൊട്ടുന്നതിനെയാണ് ഷൈസോകാർപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഡ്രൈ ഫ്രൂട്ട്സിൽ നമുക്ക് ഡ്രൈ ഡെഹിസെൻറ്റ് ഫ്രൂട്ട് പഠിക്കാം. ഡ്രൈ ഡെഹിസെൻറ്റ് ഫ്രൂട്ട് നോക്കിയാൽ 4 തരത്തിലുണ്ട്. അതും മോഡ് ഓഫ് ഡെഹിസെൻസ് അനുസരിച്ചാണ്. ലെഗ്യൂം ഓർ പോഡ്, ഫോളിക്കിൾ, സിലിക്വ, ക്യാപ്സ്യൂൾ. ഇനി നോക്കിയേ ക്യാപ്സ്യൂൾ നോക്കിയേ 6 തരത്തിലുണ്ട്. ലോക്കലിസിഡൽ ക്യാപ്സ്യൂൾ, സെപ്റ്റിസിഡൽ ക്യാപ്സ്യൂൾ, സെപ്റ്റിഫ്രാഗൽ ക്യാപ്സ്യൂൾ, പോരിസിഡൽ ക്യാപ്സ്യൂൾ, ട്രിക്കിൾ ആൻഡ് പിക്സിഡിയം. ഇനി എന്നതാ ലെഗ്യൂം അല്ലേ പോഡ് എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഡ്രൈ ഡെഹിസെൻറ്റ് ഫ്രൂട്ടിൻ്റെ അതിൻ്റെ പെരികാർപ്പ് അങ്ങോട്ട് പൊട്ടിയിട്ട് അതിൻ്റെ സീഡ് ഇങ്ങനെ വളരെ വയലൻ്റായിട്ട് പിന്നെ പൊട്ടിത്തെറിച്ച് ഇവിടെ ദൂരെ എവിടെയെങ്കിലും വീഴും, ഇല്ലേ? എന്നിട്ട് അവിടെ ഒരു പുതിയ പ്ലാന്റായിട്ട് വളരും. എന്നാൽ ഇൻഡെഹിസെൻറ്റിൽ അങ്ങനല്ല, മനസ്സിലായോ? അങ്ങനെ പൊട്ടിത്തെറിച്ച് അങ്ങനെ ദൂരോട്ടൊന്നും പോകത്തില്ല. ഇനി ഷൈസോകാർപ്പിക്കിൽ എങ്ങനെ? വൺ സീഡഡ് പാർട്ടായിട്ടിത് മുറിഞ്ഞു പോകും. ഇനി ലെഗ്യൂം അല്ലെ പോഡ് നമുക്ക് പരിചയമുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആ ഫ്രൂട്ടൊക്കെ എടുത്ത് നോക്കിയെങ്കിലേ മനസ്സിലാവും കേട്ടോ. ഡെവലപ്സ് ഫ്രം എ മോണോകാർപ്പിലറി ഹൈപ്പോഗൈനസ് ഓർ പെരിഗൈനസ് യൂണിലോക്കുലർ ഓവറി ദാറ്റ് ഹാസ് മാർജിനൽ പ്ലാസൻറ്റേഷൻ പഠിച്ചതാണ്. ഇറ്റ് ഡിഹൈസസ് ബൈ ഡോസൽ ആൻഡ് വെൻട്രൽ ലോങ്ജിറ്റ്യൂഡിനൽ സ്യൂച്ചേഴ്സ് പ്രൊഡ്യൂസിങ് 2 valves ഈച്ച് ബിയറിംഗ് ഓവ്യൂൾസ്. ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രൂട്ട് ഓഫ് ദ ഫാമിലി ലെഗുമിനോസ് അല്ലേ, ഫാബേസിയൽ. പീ പ്ലാന്റ് എല്ലാം ഇങ്ങനെയാണ് പൊട്ടുന്നത്, ഇല്ലേ? അത് മോണോകാർപ്പിലറി, ഒരൊറ്റ കാർപ്പിലേ ഉള്ളൂ, വെറുതെ ഫോൾഡ് ചെയ്തുണ്ടായിരിക്കുന്നു. എന്നിട്ട് അത് പൊട്ടുന്ന 2 ഭാഗത്തൂടെയും പൊട്ടും. അതിന് പറയുന്ന പേരാണ് വെൻട്രൽ സ്യൂച്ചർ എന്നും ഡോൾസൽ സ്യൂച്ചർ എന്നും അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ഈക്വൽ ഹാഫായിട്ട് വന്നിട്ട് 2 എണ്ണത്തിന് അതിൽ ഓവ്യൂൾ ഇങ്ങനെ പറ്റിയിരിക്കുന്നത് കാണാം. ഓക്കെ, ഇനി അടുത്തത് ഫോളിക്കിൾ. ഫോളിക്കിളും ഇതേപോലെ തന്നെ ഡെവലപ്സ് ഫ്രം മോണോകാർപ്പിലറി സുപ്പീരിയർ ആൻഡ് യൂണിലോക്കുലർ ഓവറി വിത്ത് മാർജിനൽ പ്ലാസൻറ്റേഷൻ ആൻഡ് മെനി സീഡ്സ്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഹിയർ ഇറ്റ് ഡിഹൈസസ് ഓൺലി ബൈ വെൻട്രൽ സ്യൂച്ചർ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പി അല്ലെ ലെഗ്യൂം അല്ലെ പോടാന്നേൽ 2 സ്യൂച്ചറിലും കൂടെ ഡിഹൈസ് ചെയ്യും. എന്നാൽ ഇത് ഒരൊറ്റ വെൻട്രൽ സ്യൂച്ചറിലൂടെ മാത്രമേ പൊട്ടത്തുള്ളൂ. അതിന് എക്സാമ്പിളാണ് കലോട്രോപ്പിസ്, എരുക്ക്. കണ്ടില്ല? ആദ്യത്തെ പടവും 2ാമത്തെ പടവും 3ാമത്തതൊക്കെ കണ്ടോ? അപ്പോൾ ഇതിലൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇതിനകത്ത് നിന്ന് പൊട്ടി വരുന്നത് സീഡ് എന്ന് പറയുന്നത് കണ്ടോ? വിങ്ഡ് സീഡാണ്, കണ്ടില്ലേ? ഇനി അടുത്ത് നോക്കിയേ, സിലിക്വ. ഡെവലപ്സ് ഫ്രം ബൈകാർപ്പിലറി സിൻകാർപ്പസ് ആൻഡ് സുപ്പീരിയർ ഓവറി വിത്ത് പരൈറ്റൽ പ്ലാസൻറ്റേഷൻ. The pericarp dehisces into 2 valves from below upwards along both the sutures and seeds are attached to the central rhiplum. Example, mustard belongs to the family Cruciferae. Now it is called Brassicaceae. ആ ഫാമിലിയിലെ പ്രത്യേകത നോക്കി പടം നോക്കി മനസ്സിലാക്കണം. എങ്ങനെയാ? ബൈകാർപ്പിലറി സിൻകാർപ്പസ് സുപ്പീരിയർ ഓവറി വിത്ത് പരൈറ്റൽ പ്ലാസൻറ്റേഷൻ. ഇത് എന്നിട്ട് മെച്ചുറാകുമ്പോൾ ഡിഹൈസ് നോക്കിയേ താഴേന്ന് മുകളിലോട്ട് പൊട്ടി അങ്ങ് മാറും അതിൻ്റെ കവർ, ഇല്ലേ? എന്നിട്ട് സെൻട്രൽ ആക്സിസിൽ ഇങ്ങനെ സീഡ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ആ സെൻട്രൽ ആക്സിസിന് പറയുന്ന പേരാണ് റെപ്ലം. ഇനി അടുത്ത ക്യാപ്സ്യൂൾ. ഡെവലപ്സ് ഫ്രം സുപ്പീരിയർ ബൈകാർപ്പിലറി ഓർ മൾട്ടികാർപ്പിലറി സിൻകാർപ്പസ് മൾട്ടിലോക്കുലർ ഓവറി വിത്ത് മെനി സീഡ്സ് ഇൻ ഈച്ച് ലോക്യൂൾ. എക്സാമ്പിൾ, ലേഡീസ് ഫിംഗർ. വെണ്ടയ്ക്ക, അത് ഞാൻ നേരത്തെ പ്ലാസൻറ്റേഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ വെണ്ട ഇങ്ങനെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ കാണാം 5 ഭാഗങ്ങളായിട്ട് കാണാം, 5 ലോക്യൂൾ കാണാം. ഓരോന്നിനകത്തും സെൻട്രൽ പാർട്ടിൽ നിന്ന് ഓരോ ഓവ്യൂളും കാണാം, ഇല്ലേ?
അങ്ങനെ അതാ പറഞ്ഞത്, അത് മൾട്ടി കാർപ്പിലറിയാണ്. സിൻകാർപ്പസ് മൾട്ടി ലോക്കുലാർ ഓവറി. ഇനി നോക്കി, അക്കോർഡിംഗ് ടു ദ മോഡ് ഓഫ് ഡെഹിസൻസ് ക്യാപ്സ്യൂൾസ് ആർ ക്ലാസിഫൈഡ് ഇൻ ലോക്കുലിസിഡൽ ക്യാപ്സ്യൂൾ. മുമ്പ് ഞാൻ പറഞ്ഞു ലോക്കുലിസിഡൽ ക്യാപ്സ്യൂൾ, സെപ്റ്റിസിഡൽ, സെപ്റ്റിഫ്രാഗൽ എന്നൊക്കെ. വെണ്ട ലോക്കുലിസിഡൽ ക്യാപ്സ്യൂളാണ്. ദ ഡെഹിസൻസ് ഒക്കേഴ്സ് ത്രൂ ദ മിഡിൽ ഓഫ് ഈച്ച് ലോക്യൂൾ ഇൻ ടു ആസ് മെനി ആസ് വാൽവ്സ് ആസ് ദെർ ആർ കാർപ്പൽസ്. വെണ്ട വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് നോക്കണം അതെങ്ങനെയാണ് പൊട്ടുന്നതെന്ന്, ഇല്ലേ? ബേസൽ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കും. തുല്യമായ 5 ഭാഗമായിട്ട് ഇങ്ങനെ പൊട്ടി മാറി നിൽക്കുന്നത് കാണാം. മനസ്സിലായല്ലോ? അതായത് ഓരോ ലോക്യൂളിനെയും തമ്മിൽ തിരിക്കുന്ന സെപ്റ്റത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണിത് പൊട്ടുന്നത്. അപ്പോൾ ഓരോ ലോക്യൂളും ഓരോ സെപ്പറേറ്റ് പാർട്ടായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നതായിട്ട് കാണാം. ഇനി നോക്കി, സെപ്റ്റിസിഡൽ ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ വിച്ച് ഡിഹൈസസ് ബൈ ലോങ്ജിറ്റ്യൂഡിനൽ സ്പ്ലിറ്റിംഗ് ത്രൂ ദ മിഡിൽ സെപ്റ്റം. സെപ്റ്റത്തിൻ്റെ മിഡിൽ പോർഷനിലൂടെയാണ് ഇത് പൊട്ടുന്നത്. അതായത് നെല്ലിക്ക പക്ഷേ സെപ്റ്റിസിഡൽ ക്യാപ്സ്യൂളല്ല, റെഗ്മയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നെല്ലിക്ക കുരുവിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വേഗം ഓർമ്മ വരും. അല്ലെ, നെല്ലിക്കായെ കണ്ടിട്ടില്ലേ? 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നതെങ്കിലും അതിൻ്റെ നടുക്കൂടെ പിന്നെ ഒരു ചെറിയൊരു മാർക്കിങ് കാണും. മനസ്സിലായോ? അപ്പം അതിനെയാണ് മിഡിൽ സെപ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ആ മിഡിൽ സെപ്റ്റം വഴി പൊട്ടുന്നതിനെയാണ് സെപ്റ്റിസിഡൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ അരിസ്റ്റലോക്കിയ. ഇനി സെപ്റ്റിഫ്രാഗൽ ക്യാപ്സ്യൂൾ. അതിൻ്റെ ഡെഹിസൻസ് എന്ന് പറഞ്ഞ് ലോക്കുലിസിഡലോ സെപ്റ്റിസിഡലോ ആകാം. പക്ഷേ അങ്ങനെ ഡിഹൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെരിക്കാർപ്പ് ഒരു വാൽവ് പോലൊക്കെ ഇങ്ങനെ വന്ന് അതങ്ങ് കൊഴിഞ്ഞു പോകും. എന്നിട്ട് ആ സെൻട്രൽ ആക്സിസിൽ സീഡെല്ലാം കൂടെ അറ്റാച്ച് ചെയ്തിരിക്കും. ഈ പടം നോക്കിയാൽ അറിയാം. അപ്പോഴേ സെപ്റ്റിസിഡലോ ലോക്കുലിസിഡലോ ആയിട്ടിത് സെപ്പറേറ്റ് ചെയ്യും. പക്ഷേ സെൻട്രൽ ആക്സിസിൽ ഇങ്ങനെ സീഡ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. എക്സാമ്പിൾ ഡറ്റൂർ. അതാണ് സെപ്റ്റിഫ്രാഗൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇനി പോറിസിഡൽ ക്യാപ്സ്യൂൾ അല്ലെ പോറസ്. Capsule with numerous small holes on its neck. Through these holes seeds escape. ഒപ്പിയം പോപ്പി കറുപ്പ്. അതിലെ ക്യാപ്സ്യൂളിൽ നോക്കി ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നെക്ക് റീജിയനിൽ ചെറിയ ചെറിയ പോറുകൾ ഉണ്ടാകും. ആ പോറിലൂടെയാണ് സീഡ് എസ്കേപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത് അട്രിക്കിൾ, നമ്മുടെ ചീരയുടെയൊക്കെ വിത്ത്. ഇറ്റ് ഫോംസ് from a syncarpous unilocular ovary with basal or free central placentation. The bladder-like fruit breaks open by a transverse cut-off. Example amaranthus. അല്ല, ചീരയുടെ വിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ആ ഒരു ഹസ്ക് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിങ്ങനെ പൊളിഞ്ഞിട്ടാണ് ഈ നല്ല ചെറിയ ചെറിയ കറുത്ത കളറിലുള്ള സീഡ് നമ്മൾ കാണും. ഇനി പിക്സിഡിയം. ഇത് യൂക്കാലിപ്റ്റസിൻ്റെ സീഡാണ്. ഡെവലപ്പ് ഫ്രം സിൻകാർപ്പസ് യൂണിലോക്കുലർ ഓവറി. The dry and woody pericarp breaks up by a transverse slit and thrown off as a lid so that the seeds get exposed. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് സെപ്റ്റം വന്നിട്ട് അതിൻ്റെ ലിഡ് അങ്ങ് തെറിച്ച് പോകും. പക്ഷേ സീഡ് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതിനെയാണ് പിക്സിഡി അല്ലെ പിക്സിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡ്രൈ ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ടിലോട്ട് കടന്നു. അപ്പോൾ ഡ്രൈ ഡെഹിസൻറ്റ് ഫ്രൂട്ടുകളാണ് നമ്മൾ പഠിച്ചത്. ലെഗ്യൂം, പിന്നെന്തായിരുന്നു, സിലിക്ക, ക്യാപ്സ്യൂളിൻ്റെ ടൈപ്പ് നമ്മൾ പഠിച്ചു. ഇനി ഡ്രൈ ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ട്. ദീസ് ആർ സിംഗിൾ സീഡഡ് ഫ്രൂട്ട്സ് വിച്ച് ഡു നോട്ട് ഡിഹൈസ് ടു എക്സ്പോസ് സീഡ്സ്. പെരിക്കാർപ്പ് റപ്ചേഴ്സ് ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ. പിന്നെ ഇത് ഡ്രൈ ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ടാണ്. എന്താണ്? സിംഗിൾ സീഡഡ് ആണ്. എന്നിട്ട് ഇത് ജെർമിനേഷൻ്റെ സമയമാകുമ്പോൾ മാത്രമേ അതിൻ്റെ പെരിക്കാർപ്പ് റപ്ചർ ചെയ്യത്തുള്ളൂ. നോക്കിയേ, എക്സാമ്പിൾ ടൈപ്സ് കാരിയോപ്സിസ്, അക്കീൻ, സിപ്സെല്ല, നട്ട്, സമാറ. കാരിയോപ്സിസ് നെല്ല് കാരിയോപ്സിസാണ്. സിംഗിൾ സീഡഡ് ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം സുപ്പീരിയർ മോണോകാർപ്പിലറി യൂണിലോക്കുലർ ഓവറി. ഇറ്റ്സ് പെരിക്കാർപ്പ് ഫ്യൂസസ് വിത്ത് ദ സീഡ് കോട്ട്. ദ ഗ്രെയിൻ ഈസ് കവേർഡ് ബൈ പെർസിസ്റ്റൻറ്റ് ബ്രാക്റ്റ് ആൻഡ് ബ്രാക്ട്യോൾ. വീറ്റും റൈസും ഒക്കെ കാരിയോപ്സിസാണ്. ഇനി അക്കീൻ, സ്മോൾ സിംഗിൾ സീഡഡ് dry indehiscent fruit developed from a monocarpillary unilocular superior ovary with basal placentation. Its pericarp is dry, membranous and free from seed coat. Mirabilis, അതായത് നമ്മുടെ 4 മണിപ്പൂ. പിന്നെ ക്ലിമാറ്റിസ്, അത് നിങ്ങൾക്ക് പരിചയമില്ല, പക്ഷെ നമ്മുടെ കോളേജിൻ്റെ ഭാഗത്ത് ഉള്ളതാണ് അക്കീൻ. ഇനി സിപ്സെല്ല, ഇത് നിങ്ങൾക്ക് പരിചയമുള്ള സിംഗിൾ സീഡ് ഡ്രൈ ഇൻഡെഹിസൻറ്റ് ഫ്രൂട്ട് ഫോംഡ് ഫ്രം
A bicarpillary syncarpous unilocular inferior ovary with one basal ovule. Its pericarp is separate from seed coat. Fruit is surrounded by hairs. It is called pappus, derived from calyx. Example, സൺഫ്ലവർ ആൻഡ് ട്രൈഡാക്സ്. സൺഫ്ലവറിൻ്റെയാണ് ആദ്യത്തെ പടം. അതിന് പക്ഷേ സൺഫ്ലവറിൽ ഈ പാപ്പസ് ഹെയേഴ്സ് ഇല്ല. എന്നാൽ ട്രൈഡാക്സിൽ പാപ്പസ് ഹെയേഴ്സ് ഉണ്ട്. പാപ്പസ് ഹെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഹെയർ ലൈക്ക് കാലിക്സ്. കാലിക്സ് ഈസ് റെഡ്യൂസ് ടു ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. അപ്പോൾ സിപ്സെല്ല എന്ന് പറയുന്നത് ആസ്റ്ററേസിയ അല്ലെ സൺഫ്ലവർ ഫാമിലിയുടെ പ്രത്യേകതയാണ് സിപ്സെല്ല ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത നട്ട് ഡെവലപ്സ് ഫ്രം എ സുപ്പീരിയർ ബൈകാർപ്പിലറി ഓർ മൾട്ടികാർപ്പിലറി സിൻകാർപ്പസ് യൂണിലോക്കുലർ ഓവറി. ഇറ്റ് ഹാസ് ഓൺലി വൺ സീഡ്. ദ പെരികാർപ്പ് ഇസ് ഹാർഡ് ആൻഡ് വുഡി. കാഷ്യൂനട്ട്. ഇപ്പോൾ കാഷ്യൂനട്ടിൻ്റെ ആ നമ്മൾ ഫ്ലഷി ആയിട്ടുള്ള ആ സാധനം എന്തുവാ? അത് തലാമസ് ഫോൾസ് ഫ്രൂട്ടാണ്. തലാമസ് സ്വല്ലം ചെയ്ത് ഫ്രൂട്ടായിട്ട് മാറിക്കും. ശരിക്കും ഇതിൻ്റെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പരങ്കേണ്ടിയാണ് ഇല്ലേ, നട്ട്സ്. ഇനി അടുത്ത സമാറ ഡെവലപ്സ് ഫ്രം എ സുപ്പീരിയർ ഓർ ബൈ കാർപ്പിലറി ഓർ ട്രൈ കാർപ്പിലറി സിൻകാർപ്പസ് യൂണിലോക്കുലർ ഓവറി. ഇറ്റ് ഈസ് എ വൺ-സീഡഡ് ഡ്രൈ ഇൻഡെഹിസൻ ഫ്രൂട്ട് വിത്ത് എ മെംബ്രേനിയസ് wing-like extension of the pericarp for the wind dispersal of seeds. It is simply a winged achene. Example, Pterocarpus. Pterocarpus in a terminalia. കോളേജിൻ്റെ ക്യാമ്പസിലൊക്കെ കിടപ്പുണ്ട് ടെർമിനേലിയ. നമ്മുടെ മരുത്, കരിമരുതിൻ്റെ ഫ്രൂട്ട് ഇങ്ങനെ ആംഗിൾഡ് ഫ്രൂട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ? ആംഗിൾഡ് ഫ്രൂട്ടാണ് സമാറ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഷൈസോകാർപ്പിക്. ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ dry dehiscent and dry indehiscent fruits. The fruit split into one-seeded parts called mericarp. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കിയേ അതിൽ എത്ര ടൈപ്പ് ഉണ്ടെന്ന്. ലൊമെൻറ്റം, ക്രീമോകാർപ്പ്, റെക്മ, കാർസറിയൂൾ ആൻഡ് ഡബിൾ സമാറ. ലൊമെൻറ്റം ഇത് കണ്ടിട്ടുണ്ടോ എവിടെയാണെന്ന്? ലൊമെൻറ്റം ഫസ്റ്റ് വൺ മൈമോസ, സെക്കൻഡ് വൺ നമ്മുടെ ഗ്രൗണ്ട് നട്ട്. ഡെവലപ്സ് ഫ്രം മോണോകാർപ്പിലറി യൂണിലോക്കുലർ സുപ്പീരിയർ ഓവറി ദാറ്റ് ഹാസ് വൺ or more seeds. The fruit splits into one-seeded parts by means of transverse partition. നോക്കിക്കാട്ടെ, നമ്മൾ ആ തൊട്ടാവാടിയുടെ ഫ്രൂട്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും വൺ സീഡഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അത് ട്രാൻസ്വേഴ്സ് സെപ്റ്റമായിട്ട് മാറി വൺ സീഡഡ് പാർട്ടായിട്ടാണ് അത് മുറിഞ്ഞ് പോകുന്നത്. ഇനി അടുത്ത ക്രീമോകാർപ്പ്. മല്ലിയൊക്കെ ക്രീമോകാർപ്പാണ്. ഡെവലപ്സ് ഫ്രം എ ബൈകാർപ്പിലറി സിൻകാർപ്പസ് ബൈലോക്കുലർ ഇൻഫീരിയർ ഓവറി. Each chamber is having one seed. It splits into two one-seeded mericarps which remain attached to carpophore. The carpophore is a projection of the thalamus. Example, coriander, cumin. Apiaceae ഫാമിലിയുടെ ഫ്രൂട്ടാണ് ക്രീമോകാർപ്പ് എന്ന് പറയുന്നത്. ഇനി റെക്മ മുമ്പ് ഞാൻ പറഞ്ഞു ഡെവലപ്സ് ഫ്രം എ ട്രൈ കാർപ്പിലറി ഓർ മൾട്ടി കാർപ്പിലറി സിൻകാർപ്പസ് മൾട്ടിലോക്കുലർ ഓവറി. അപ്പോൾ ഇത് ട്രൈ കാർപ്പിലറി ആണെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞു ഒരു കാർപ്പല ഉള്ളെങ്കിൽ ഒരു ചേമ്പർ. ഇനി ഒന്നിൽ കൂടുതൽ കാർപ്പലുണ്ടെങ്കിൽ ഒരു ചേമ്പർ ആകാം. ഇപ്പം 5 കാർപ്പലുണ്ടെങ്കിൽ 5 ചേമ്പർ ആകാം. പക്ഷേ ഒരു ചേമ്പറും ആകാം. അത് ഫ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയ ട്രൈ കാർപ്പ് 3 കാർപ്പലുണ്ട്, അല്ലെങ്കിൽ മൾട്ടി കാർപ്പിലറി ആയിരിക്കും. സിൻകാർപ്പസ് മൾട്ടി ലോക്കുലർ. ഇത് ട്രൈ കാർപ്പിലറി ആണ് നമ്മുടെ റബ്ബർ, അതാണ് കാണിച്ചിരിക്കുന്നത് കണ്ടോ. 3 കാർപ്പൽ. അതിനെ സിൻകാർപ്പസ് എന്ന് പറഞ്ഞ കാർപ്പൽ യുണൈറ്റ് ചെയ്തു. അപ്പോൾ ട്രൈ ലോക്കുലർ. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ 3 ലോക്യൂൾ കാണും. മനസ്സിലായല്ലോ? ഇതിൽ നോക്കിയേ. അപ്പോൾ അങ്ങനെ ഓരോ അത് പിന്നെ ഡിഹൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാർട്ടിനും പറയുന്ന പേരിക്കാവും ആണ് മെരികാർപ്പ്. അപ്പോൾ ഓരോന്നും ഓരോ വൺ-സീഡഡ് മെരികാർപ്പായിട്ട് മാറും. ടേംഡ് കൊക്കൈ. ആൻഡ് ഈച്ച് മെരികാർപ്പ് കണ്ടെയ്ൻ 1 or 2 seeds. എക്സാമ്പിൾ റബ്ബർ, കാസ്റ്റർ, ആവണക്ക്. റബ്ബറിൻ്റെയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും ഓരോ ലോക്യൂൾ എന്നുള്ളത് മനസ്സിലായോ? ഇനി നോക്കി മുമ്പേ ഞാൻ ഒരു മിഡിൽ സെപ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞതാ. ഇത് അതിൻ്റെ ആ പെരികാർപ്പ് പൊട്ടി മാറുന്നത് ആ മിഡിൽ നടുക്കൂടെ വെള്ള കളർ കണ്ടോ, ആ ഭാഗത്തു നിന്നാണ് ഇതിങ്ങനെ പൊട്ടി മാറുന്നത്, അതിൻ്റെ പെരികാർപ്പ് പൊട്ടിയേക്കുന്നത്. ഓക്കെ. ഇനി കാർസറിയൂൾ ഡെവലപ്സ് ഫ്രം എ ബൈകാർപ്പിലറി സിൻകാർപ്പസ് ബൈലോക്കുലർ ഓർ ടെട്രാലോക്കുലർ സുപ്പീരിയർ ഓവറി. ദ ഫ്രൂട്ട് സ്പ്ലിറ്റ്സ് ഇൻ ടു സെവറൽ സിംഗിൾ സീഡഡ് സെഗ്മെൻറ്റ്സ്. എക്സാമ്പിൾ
ല്യൂക്കസ് ആൻഡ് ഓസിമം. അപ്പോൾ കാർസെറിയൂൾ എന്ന് പറയുന്ന ഫ്രൂട്ട് ലാമിയേസിയ ഫാമിലിയുടെ പ്രത്യേകതയാണ്. അത് തുളസിയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അത് ഒരു ബൈലോക്കുലറാണ്, ബൈകാർപ്പിലറിയാണ്, സിൻകാർപ്പസ് ആണ്. പക്ഷേ ഒരു ഫോൾ സെപ്റ്റം വന്നിട്ട് 4 ചേമ്പർ പോലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓരോ ചേമ്പറിലും ഓരോ ചെറിയ സീഡ് കാണാം. തുളസി എടുത്ത് നോക്കണം, അതിൻ്റെ പൂ അങ്ങ് പോയി കഴിഞ്ഞിട്ട്, അതായത് അതിൻ്റെ പെറ്റൽ പോയി കഴിഞ്ഞിട്ട് സെപ്പല് പെർസിസ്റ്റൻ്റ് കാലിക്സ് അതിനുള്ളിൽ ഇങ്ങനെ 4ആയിട്ട് തിരിഞ്ഞ് ചെറിയ സീഡ് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാം. ഇനി ഇത് ലാസ്റ്റ് വൺ, ഡബിൾ സമാറ ഡെവലപ്സ് ഫ്രം ബൈകാർപ്പിലറി സിൻകാർപ്പസ് സുപ്പീരിയർ ഓവറി. ഇറ്റ് ഹാസ് 2 seeds and 2 wings. ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു 2 parts. അപ്പോൾ സമാറായും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? സമാറായ്ക്കകത്തിലാണ് ഒറ്റ സീഡേ ഉള്ളൂ, എന്നിട്ട് ആ പെരികാർപ്പ് 2 സൈഡിലും മോഡിഫൈ ചെയ്തിട്ട് വിങ്ങായിട്ട് മാറിയിരിക്കുക. ഇത് നോക്കി, ഇത് രണ്ടും വളരെ ക്ലിയറായിട്ട് അറിയാം, മനസ്സിലാകാം. ബൈകാർപ്പിലറി സിൻകാർപ്പസ്, മറ്റേത് ബൈകാർപ്പിലറി ആണെങ്കിലും അല്ലെങ്കിൽ യൂണിലോക്കുലർ ഓവറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് ബൈകാർപ്പിലറി സിൻകാർപ്പസ് സുപ്പീരിയർ ഓവർ നോക്കിയ 2 സീഡ്, രണ്ടിനും സെപ്പറേറ്റ് വിങ് ഉണ്ട്, മനസ്സിലായോ? എന്നിട്ട് ആ ജോയിൻ ചെയ്തിരിക്കുന്ന ഭാഗം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇത് ഡിസ്പോസ് ചെയ്ത് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ പടത്തിലാണ് ആ സീഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ, മിഡിൽ പാർട്ടിലാണ്. മറ്റേ രണ്ടാമത്തെ ഫോട്ടോഗ്രാഫി നോക്കിയേ, അതിൻ്റെ ടിപ്പിലാണ് സീഡ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ഡബിൾ സമാറ. ഓക്കെ, അപ്പോഴേ ഡ്രൈ സിമ്പിൾ ഫ്രൂട്ടിലെ ഡ്രൈ ഫ്രൂട്ട് ഇവിടെ കഴിഞ്ഞു. ഇത് നിങ്ങളെ കാണിച്ചും കണ്ടും പറഞ്ഞും ഞാൻ മനസ്സിലാക്കി തരേണ്ടതാണ്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചുറ്റിനും പാടുള്ള ഫ്രൂട്ട്സും ഒക്കെ നോക്കിയെടുത്ത് ഇത് കണ്ട് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ.